വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര നിർദ്ദേശപ്രകാരം അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ടു പോകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പരമാവധി 200 കിലോമീറ്റർ വേഗതയിലാകും ഈ പാതയിൽ ട്രെയിൻ സഞ്ചരിക്കുക. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കണ്ണൂർ വരെയാണ് സമാന്തര പാത. 15 ദിവസത്തിൽ റെയിൽവേയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും. DPR 9 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നും ശ്രീധരൻ പാലക്കാട് പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, അഭിമാനമാണ്. ഇനി കേരളത്തിന്റെ റെയിൽ ട്രാക്കുകൾക്ക് മിന്നൽ വേഗമാണ്. ഈ സിൽവർ ലൈൻ സെമി ഹൈ സ്പീഡ് ആണെങ്കിൽ ഇത് ഹൈ സ്പീഡാണ്. അങ്ങനെ വികസന കുതിപ്പിലാണ്. എന്തൊക്കെ വിവരങ്ങളാണ് നൽകാൻ കഴിയുക ഐസൻ? അശ്വതി, തീർച്ചയായും ഈ ഹൈസ്പീഡ് റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ശരാശരി വേഗത, അതായത് ഒരു മണിക്കൂറിൽ ഓടിയെത്തുന്ന വേഗത 200 കിലോമീറ്ററായി കണക്കാക്കുന്ന റെയിൽ ട്രാൻസിറ്റ് കോറിഡോറുകൾക്കാണ് ഹൈസ്പീഡ് റെയിൽ ട്രാൻസിറ്റ് കോറിഡോർ എന്ന് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, സിൽവർ ലൈൻ 150 കിലോമീറ്റർ ആയിരുന്നു, അത് സെമി ഹൈസ്പീഡ് ആയിരുന്നു. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം ഇതിനുള്ളത്. അതിൻ്റെ ഘടനാപരമായ വ്യത്യാസവും അതിൻ്റെ ട്രാക്ക് ഗേജിൻ്റെ വ്യത്യാസവും എല്ലാം തന്നെ സാങ്കേതികമായി വൈവിധ്യം നിറഞ്ഞ ഒരു സംവിധാനമായിരിക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ മുന്നോട്ട് വന്ന ഒരു പ്രധാന പ്രശ്നം, നേരത്തെ കേരളയിൽ എന്ന് പറയുന്നത് എംപാങ്ക്മെൻറ്റുകൾ നിറഞ്ഞ, അതായത് മണ്ണിട്ട് ഉയർത്തി അതിനു മുകളിൽ റെയിൽ പാളം സ്ഥാപിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ദേശീയപാത നിർമ്മാണത്തിലൊക്കെ അത്തരത്തിൽ ചില രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. മണ്ണിട്ട് വരമ്പ് പോലെ ഉയർത്തി അതിനു മുകളിൽ പാളം സ്ഥാപിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത്തരം സംവിധാനങ്ങൾ വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കും എന്നൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് ഈ മെട്രോമാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്, ഈ ശ്രീധരൻ നൽകിയിരിക്കുന്നത്. ഇതിന് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൂണുകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പാലം എന്ന് പറയുന്ന സംവിധാനം. നമുക്കറിയാം, കൊച്ചി മെട്രോ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്, കൊച്ചി മെട്രോ ട്രാക്ക് മുഴുവൻ ഈ തൂണുകൾക്ക് മുകളിലാണ്. അത്തരത്തിലുള്ളൊരു സംവിധാനം ഏർപ്പാടാക്കിയാൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ അത് സൃഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാവുന്നതാണ് ഈ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ മാർഗം, ഗ്യാസ് പൈപ്പ് ലൈനെല്ലാം തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ ആ സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഭൂമിയുടെ ഇടപാടിൻ്റെ ഒരു തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സംവിധാനം താഴെ കൂടെ പോകുന്ന ഭൂമിയുടെ മുകളിൽ കൃഷി ചെയ്യാനുള്ള അവകാശം ആ ഭൂമിയുടെ നേരത്തെ ഉണ്ടായിരുന്ന അവകാശികൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപയോഗം നടത്തുന്നതിന് വിട്ടുകൊടുക്കുകയും ചെയ്യാം. അതായത് ഈ കേരളിന് വരുന്ന തൂണുകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പാളത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ വീട് കെട്ടുകയോ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴികെ കൃഷി പോലുള്ള സംവിധാനങ്ങളും ടൂറിസം പോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ സൗകര്യങ്ങൾ ഒരുക്കാം എന്നൊരു നിലപാട് കൂടിയാണ്. അതായത് ആ ഭൂമിയുടെ അവകാശത്തിൽ നിയന്ത്രണങ്ങളോടെ തിരിച്ചു നൽകുന്ന ഒരു സാഹചര്യം, ഭൂമി ഏറ്റെടുക്കുക എന്നതിനപ്പുറം ഭൂമിയുടെ അവകാശങ്ങൾ പകുതിയോളം ഏറ്റെടുക്കുക എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു ലാൻഡ് അക്വിസിഷൻ മെത്തേഡാണ് പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ചില സംവിധാനങ്ങളാണ് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമായി കണക്കാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 8 കോച്ചുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു ട്രാക്കിൽ, ഒരു ട്രെയിനിൽ. ഈ 8 കോച്ചുകൾ എന്ന് പറയുമ്പോൾ 560 പേർക്ക് യാത്ര ചെയ്യാം. അതിൽ 560-ന് പുറമെ അതിൻ്റെ ഉള്ളിലുള്ള സർവീസ് സ്റ്റാഫിൻ്റെ എല്ലാം കണക്കുകളുണ്ടാകും. 560 യാത്രക്കാർക്ക് യാത്ര സാധ്യമാകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 200 കിലോമീറ്ററാണ് വേഗത ഒരു മണിക്കൂറിൽ ശരാശരി ആർജിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം ട്രാക്ക് അല്ലെങ്കിൽ മൊത്തം വിസ്തൃതി നീളം എന്ന് പറയുന്നത് 600 കിലോമീറ്ററോളമാണ്. കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് ഓടിയെത്താൻ വെറും 3 മണിക്കൂർ മാത്രമായിരിക്കും വേണ്ടി വരിക. സ്വാഭാവികമായും കോഴിക്കോട്ടേക്ക് എത്താൻ, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ 2.5 മണിക്കൂർ മാത്രമായിരിക്കും. തൃശ്ശൂരിലേക്ക് എത്താൻ അതുപോലെ തന്നെ സ്വാഭാവികമായും 1.5 മണിക്കൂർ മാത്രമായിരിക്കും ഉണ്ടാവുക. അത് കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് എത്താൻ 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്താൻ സാധിക്കുന്ന ഒരു വേഗതയായിരിക്കും, ശരാശരി വേഗതയായിരിക്കും ആർജിക്കുക എന്നതാണ് ഈ പുതിയ ഹൈസ്പീഡ് ട്രാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മെട്രോമാൻ ഇക്കാര്യം പറയുകയും ഓഫീസ് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറയുന്നു. ഉടനെ തന്നെ റെയിൽവേയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അറിയിക്കുന്നുണ്ട്. 30% സംസ്ഥാന സർക്കാരും 30% കേന്ദ്ര സർക്കാരും വഹിക്കുകയും മറ്റു തുക മറ്റു വഴികളിലൂടെ വയബിളായ ലോൺ സംവിധാനങ്ങളിലൂടെ കണ്ടെത്തുക, അത്തരത്തിലുള്ള വലിയൊരു പാക്കേജാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കൊങ്കൺ റെയിൽവേ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ഡൽഹി മെട്രോ റെയിൽ, കൊച്ചി റെയിൽ, കൊച്ചി മെട്രോ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച ഈ ശ്രീധരൻ തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു എന്നതാണ്. കൊങ്കൺ റെയിൽവേക്ക് പുറമെ പാമ്പൻ പാലം ഉൾപ്പെടെ വലിയ പ്രൊജക്റ്റുകൾ കാര്യക്ഷമമായി നടപ്പാക്കിയ, ഈ തീരദേശ റെയിൽവേ ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പാക്കിയ വലിയൊരു അനുഭവ സമ്പത്തിൻ്റെ ഉടമയാണ് മെട്രോമാൻ ഈ ശ്രീധരൻ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ കാര്യം കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിക്കും. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഇടപെടലായിരിക്കും ഈ പുതിയ ഹൈസ്പീഡ് റെയിൽ ട്രാൻസിറ്റ് കോറിഡോറിലൂടെ സാധ്യമാവുക എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പല നേട്ടങ്ങളുണ്ട്. പ്രധാനമായും പരിസ്ഥിതി ദൂഷണം കുറവാണ്. അതായത്
വളരെ കുറഞ്ഞ ശബ്ദത്തിൽ കുറഞ്ഞ എമിഷൻസ്, അതായത് ഡീസൽ അല്ല ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോസിൽ ഓയിലുകൾ ഉപയോഗിച്ചുള്ള ഒരു യാത്രാ സംവിധാനമല്ല. ഇലക്ട്രിക് ഊർജ്ജത്തിലാണ് പ്രവർത്തിക്കുക. സ്വാഭാവികമായും പരിസ്ഥിതി ദൂഷണം കുറവാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധ്യത ആ രീതിയിലും കുറവാണ്. അത്തരത്തിൽ പല കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് അതിവേഗം എത്തിപ്പെടാൻ, നിലവിലത് കണ്ണൂർ വരെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.